ഇറാൻ ഏകദേശം 2500 കൊല്ലക്കാലത്തോളം ഷാകൾ അടക്കി ഭരിച്ചിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഇറാൻ. 1950-ലാണ് ഇറാനിയൻ ജനത മുഹമ്മദ് മുസാദ എന്ന പേരുള്ള ഒരു മതേതരത്വ ജനാധിപത്യവാദിയെ ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം അമേരിക്കൻ ബ്രിട്ടനുമൊക്കെ കൈവശപ്പെടുത്തി വെച്ചിരുന്ന ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ പെട്രോളിയം ഖനികളൊക്കെ തിരിച്ചുപിടിച്ച് അതിനെ ദേശസാൽക്കരിക്കുകയുണ്ടായി. അത് അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊന്നും ഒരിക്കലും അത്ര സൂഹിക്കില്ലല്ലോ. അതിനെ തുടർന്ന് അമേരിക്കൻ ബ്രിട്ടനും ഒക്കെ ചേർന്ന് നടത്തിയ ചില നീക്കങ്ങളിലൂടെ മുഹമ്മദ് മുസാദയുടെ ഭരണം അട്ടിമറിച്ച് അവർക്കൊപ്പം വാലാട്ടി നിൽക്കുന്ന റസാദ് പഹ്ലാവി എന്ന പേരുള്ള ഒരു വ്യക്തിയെ പുതിയ ഷായായി പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. പക്ഷേ ഈ റസാദ് പഹ്ലാവി എന്ന് പറയുന്ന നേതാവ് വളരെയധികം ധൂർത്തനായ ഒരു വ്യക്തിയായിരുന്നു. ഇറാന്റെ സമ്പത്ത് നല്ല രീതിയിൽ അയാൾ കൊള്ളയടിക്കാനും ധൂർത്തായി ചെലവഴിക്കാനും തുടങ്ങി. ഷാ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിനെതിരെ ചോദ്യം ചെയ്യുന്നവരെ സവാക്ക് എന്ന പേരുള്ള തന്റെ പട്ടാളത്തെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അട്ടിമറിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു. ഇറാൻ മൊത്തത്തിൽ പട്ടിണിയിലും ദുരിതത്തിലുമായി മാറുവാണ്. കാര്യങ്ങളൊന്നും നേരെ ചൊവ്വനെ നടക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ സാധാരണമായി എന്താണ് സംഭവിക്കുക? ജനങ്ങള് ഭരണാധികാരിക്ക് നേരെ തിരിയും. അതാണ് അവിടെ നടന്നതും. ഇറാനിലെ ജനങ്ങൾ സംഘടിച്ച് ഷാക്കെതിരെ തിരിഞ്ഞ് പോരാട്ടം ആരംഭിച്ചു. ഷാ അതോടെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുവാണ്. ആധുനിക രീതിയിൽ ഇറാനെ മാറ്റിമറിക്കാനായിരുന്നു അയാളുടെ ശ്രമം. പക്ഷേ ഇറാൻ ഭൂരിപക്ഷ മുസ്ലിം സമുദായം വസിക്കുന്ന ഒരിടമാണ്. അവിടുത്തെ പരമ്പരാഗത ഷിയ വിശ്വാസികൾക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ടേക്ക് സൂഹിക്കുന്നില്ല. അവരെ നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ ഒരു സായുധ വിപ്ലവം നടന്നു. കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര കലാപം. ആ സായുധ വിപ്ലവത്തിലൂടെ 1979-ലാണ് അവർ ഷായെ അധികാരഭ്രഷ്ടനാക്കി. ശക്തമായ മതനേതാവും ഇറാനും മതവും മാത്രം മുൻകൈയായി മേൽക്കൈയായി പിടിച്ചിരുന്ന ആയത്തുള്ള ഖുമേനിയെ തങ്ങളെ ഭരിക്കാൻ വേണ്ടി അവര് തിരികെ എത്തിക്കുവാണ്. അതോടെ ഇറാന്റെ രൂപം മാറി. ഇറാൻ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു പൂർണ്ണമായ മതാധിഷ്ഠിത രാജ്യമായി മാറുകയായിരുന്നു. കാര്യങ്ങൾ പന്തിയല്ലെന്നറിഞ്ഞതും ഷാ അപ്പോഴേക്കും അമേരിക്കയിൽ അഭയം പ്രാപിച്ചു. ഇതിനിടയില് ഷായ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1979 നവംബർ 4 അപ്പോഴാണ് ഇറാനിലെ ഒരു സംഘം ഇസ്ലാമിസ്റ്റുകൾ സംഘടിക്കുന്നത്. അവര് വളരെ വലിയ കലാപം തന്നെ തുടങ്ങി. അമേരിക്കൻ എംബസിക്ക് മുമ്പിലായിരുന്നു കലാപമൊക്കെ. അമേരിക്കയിൽ അഭയം തേടിയ ഷായെ വിട്ടുതരണമെന്നും ഇറാനിൽ വെച്ച് വിചാരണയ്ക്ക് വിധേയമാക്കണം എന്നുമൊക്കെയാണ് അവരുടെ ആവശ്യം. വിദ്യാർത്ഥികളും ഇസ്ലാമിസ്റ്റുകളുടെ സംഘവും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങിയ ഒരു സംഘം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും കോലം കത്തിച്ചും മറ്റും അമേരിക്കൻ എംബസിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ഘട്ടത്തില് എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് പ്രക്ഷോഭകാരികള് മതിലടക്കം ചാടി എംബസിക്കകത്തേക്ക് കടക്കാൻ തുടങ്ങി. അമേരിക്കൻ എംബസിക്കകത്തുണ്ടായിരുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ അതോടെ ഭയക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ രണ്ടും കൽപ്പിച്ചാണ് തങ്ങളുടെ പോലും ജീവൻ അപകടമാണ് എന്ന കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. മൊത്തത്തില് ഇറാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി കഴിഞ്ഞല്ലോ, അധികം വൈകാതെ അവിടുന്ന് പോവേണ്ടി വരും എന്ന് മനസ്സിലാക്കിയവര് പാസ്പോർട്ട് അടിക്കുന്ന സ്റ്റാമ്പും അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും നയതന്ത്ര രേഖയുമൊക്കെ കട്ട് ചെയ്തും കത്തിച്ചും കളഞ്ഞ് നശിപ്പിക്കാൻ തുടങ്ങി. പ്രക്ഷോഭകാരികളാകട്ടെ എംബസിക്കകത്തേക്ക് ഇടിച്ചു കയറാനും ജനൽ ചില്ലൊക്കെ തകർക്കാനും ആരംഭിച്ചിരുന്നു. ഇതിനിടയില് എംബസിക്കകത്തുണ്ടായിരുന്ന 6 പേര് പിൻവാതിൽ വഴി പുറത്തിറങ്ങി തെരുവിലൂടെ രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. അവരുടെ എത്തിപ്പെട്ടത് കനേഡിയൻ എംബസി ഡയറക്ടറുടെ വീട്ടിലായിരുന്നു. അവരവിടെ അഭയം തേടുകയാണ്. മറുവശത്ത് എംബസി കീഴടക്കി ഇസ്ലാമിസ്റ്റുകളാകട്ടെ ബാക്കിയുണ്ടായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ബന്ദികളാക്കി. അവരെ വെച്ചിട്ട് അമേരിക്കയോട് അവർ വിലപേശാനും ആരംഭിക്കുകയാണ്. അമേരിക്കനെ സംബന്ധിച്ചാണെങ്കിൽ ക്യാൻസർ ബാധിതനായി തങ്ങളുടെ അടുക്കൽ അഭയം തേടിയ ഷായെ വിട്ടുകൊടുക്കൽ അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു. അത്രയും നാള് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ ഈ ഷാ എന്ന് പറയുന്നത്. കൂട്ടത്തില് തങ്ങളുടെ പൗരന്മാരുണ്ടല്ലോ, അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ, എംബസി ഉദ്യോഗസ്ഥർ. കുറച്ചുപേര് കനേഡിയൻ ഡയറക്ടറുടെ വീട്ടിൽ അഭയം തേടിയിട്ടുണ്ട്. കുറച്ചുപേര് ബന്ദികളായിട്ടും ഇവരെ രക്ഷപ്പെടുത്താൻ വേണം. ബന്ദികളായിട്ടുള്ളവരെന്തായാലും സുരക്ഷിതരായിരിക്കും എന്ന കാര്യത്തില് അമേരിക്കൻ CIA-ക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പുറത്തുപോയ 6 പേർ അവരുടെ സുരക്ഷയെപ്പറ്റി വളരെയധികം ആശങ്കയായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. പുറത്തുവെച്ചവർ കണ്ടെത്തപ്പെട്ടാൽ പ്രക്ഷോഭകാരികളായ ഇസ്ലാമിസ്റ്റുകൾ അവരൊരുപക്ഷെ കൊലപ്പെടുത്തും. പക്ഷെ ബന്ദികളായിട്ടുള്ള അമേരിക്കക്കാരുടെ ഉത്തരവാദിത്തം ഇറാൻ ഗവൺമെന്റിനും കൂടി ഉള്ളതുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടും. മൊത്തത്തില് ഇറാനിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സമയമാണ്. എങ്ങും അക്രമം മാത്രം. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രവർത്തിക്കണം എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ദിവസങ്ങളങ്ങ് കടന്നുപോയി. ഇതിനിടയിൽ ഇസ്ലാമിസ്റ്റുകള് 6 അമേരിക്കക്കാർ എംബസിയിൽ നിന്ന് പുറത്തു ചാടിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. പുറത്തു ചാടിയ അവരെ ചാരന്മാരെന്ന മട്ടിലായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ മുദ്രകുത്തുന്നത്. പുറത്തുവെച്ച് പിടിക്കപ്പെട്ടാൽ അവർ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി. അമേരിക്കയിലും ആശങ്ക വർദ്ധിച്ചു. അതോടെ അമേരിക്ക ഒരു തീരുമാനത്തിലെത്തി. പുറത്തു ചാടിയ 6 പേരെയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കടത്തിക്കൊണ്ടുവരണം. അതിനുള്ള ടീം രൂപീകരിച്ച് അതിനുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്കയുടെ സ്പെഷ്യൽ അന്വേഷണ വിഭാഗം കടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ടോണി മെൻഡസ് ആ ടീമിലേക്ക് വന്നെത്തുന്നത്. ടോണി മെൻഡസ് ഒരു CIA ഏജന്റ് ആണ്. ആൾക്കടത്തലിൽ വളരെയധികം മികവുള്ള വ്യക്തി. അങ്ങനെ അവിടെ ചർച്ചകൾ തുടങ്ങുവാണ്. ആദ്യഘട്ടത്തില് ഒരു അധ്യാപക സംഘമായിട്ട് ഈ 6 പേരെ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നാലോ എന്ന തരത്തിൽ ചർച്ച വന്നു. അടുത്തതായി വന്നത് അവിടെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിക്കാം. ആ സൈക്കിൾ റാലിയിൽ പെടുത്തി ഇവരെ അവിടുന്ന് സൈക്കിൾ ചവിട്ടി അടുത്ത രാജ്യമായ തങ്ങളോട് കൂറുള്ള തുർക്കിയുടെയോ മറ്റോ അടുത്തെത്തിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോരാം എന്നുള്ള തരത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത്. പക്ഷേ ഇതൊന്നും ശരിയാകും
ശരിയാവില്ല എന്ന് ടോണി മെൻഡസ് പറഞ്ഞു. ഇതൊക്കെ റിസ്കിയാണെന്നും പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് വേറെ പുതിയ ആശയം വല്ലതും ഉണ്ടോ എന്നെന്ന് ടോണി മെൻഡസിനോട് അമേരിക്കൻ മന്ത്രാലയം ചോദിച്ചു. പക്ഷെ ടോണി മെൻഡസിന് പെട്ടെന്ന് പറയാൻ ആശയമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. എന്തായാലും അന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടോണി മെൻഡസ് വീട്ടിൽ വന്നു. മകൻ TV കാണുന്നുണ്ട്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു ആ പയ്യൻ കണ്ടുകൊണ്ടിരുന്നത്. മരുഭൂമിയിലാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് കണ്ടതും പെട്ടെന്ന് ടോണി മെൻഡസിന് ഒരു ആശയം തോന്നി. ഒരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി ഒരു സംഘം ഇറാനിലെത്തി. അത്തരത്തിൽ വന്നവരാണ് അവരെന്ന് സ്ഥാപിച്ചെടുത്താൽ അവരെ അതേ പേരിൽ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. തന്റെ ആശയം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ടോണി മെൻഡസ് അവതരിപ്പിച്ചു. അവര് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഒടുവില് ടോണി മെൻഡസിന്റെ ആശയം തരക്കേടില്ലെന്ന് തോന്നി അവരത് അംഗീകരിച്ചു. ടോണി മെൻഡസിന് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൈമാറി. അങ്ങനെയാണ് ടോണി മെൻഡസ് ജോൺ ചേമ്പേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ജോൺ ചേമ്പേഴ്സ് മുമ്പ് CIA ദൗത്യങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള ഓസ്കാർ വിന്നിംഗ് ജേതാവായിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട ടോണി മെൻഡസ് തന്റെ ആശയത്തെ പറ്റി അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തു. ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം മെൻഡസിനെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്തെത്തി. ലെസ്റ്റസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ലെസ്റ്റസ് ഈഗിളും ടോണി മെൻഡസും ഒരു ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ഒടുവിൽ അവരുടെ ദൗത്യത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ലെസ്റ്റസ് ഈഗിള് കൂടെ നിൽക്കാമെന്നറിയിച്ചു. പക്ഷെ അങ്ങനെ വെറുതെ ഒരു പ്രോസസ് മുമ്പോട്ട് കൊണ്ടുപോയാൽ പോരാ, അതിന് കൃത്യമായ ബാക്കപ്പ് വേണം. അങ്ങനെ അവര് ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒഴിവാക്കി വെച്ചിരിക്കുന്നതും മറ്റുമായ കുറെ സ്ക്രിപ്റ്റുകൾ എടുത്ത് അങ്ങനെ പേർഷ്യയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു ഹോളിവുഡ് പടം എന്ന രീതിയിൽ പരിശോധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ പരിശോധിക്കുന്ന സമയത്താണ് ആർഗോ എന്നൊരു ചലച്ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് അവർക്ക് കിട്ടുന്നത്. അതൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി ആയിരുന്നു. അതിലെ കുറെ ഭാഗത്ത് മരുഭൂമി ഷൂട്ട് ചെയ്യാനുണ്ട്. പേർഷ്യൻ മരുഭൂമികൾ പ്രശസ്തമാണല്ലോ. എന്തായാലും ഇത് പറ്റിയ സ്ക്രിപ്റ്റ് ആണെന്ന് ഉറപ്പിച്ച് അവർ ആർഗോയുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ആദ്യഘട്ടത്തിൽ ആർഗോ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിച്ചു. പിന്നാലെ അതിന്റെ റൈറ്ററിൽ നിന്ന് ആ സ്ക്രിപ്റ്റ് വില കൊടുത്തു വാങ്ങി. അങ്ങനെ CIA പണം കൊണ്ട് ഹോളിവുഡിൽ ഒരു ഫിലിം കമ്പനി തന്നെ രൂപപ്പെട്ടു. ആർഗോയ്ക്കായി ഓഫീസ് തുറക്കപ്പെട്ടു. ഫിലിമിന്റെ പ്രോസസിംഗുമായി ഇവർ സാധാ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. ഇതേസമയം മറുവശത്ത് ഇറാനിലാകട്ടെ ബന്ദികളായവരെ വെച്ച് ഇസ്ലാമിസ്റ്റുകള് വലിയ വിലപേശലുകള് അമേരിക്കയോട് നടത്തുന്നുണ്ട്. പക്ഷെ അമേരിക്ക ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയില് എംബസിക്കാരെ കട്ട് ചെയ്ത് വീഴ്ത്തിയ പേപ്പർ കഷ്ണങ്ങള് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ കെട്ടി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോയവരുടെ ഫോട്ടോസ് ഒട്ടിച്ചു ചേർത്ത് തയ്യാറാക്കാൻ അവര് ശ്രമം ആരംഭിച്ചു. അത് വിചാരിക്കും പോലെ അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും വലിയൊരു സംഘം ആളുകൾ ചേർന്നിരുന്ന് ആ ദൗത്യം അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. ഇതേസമയം കനേഡിയൻ എംബസി ഡയറക്ടറുടെ വീട്ടിൽ അഭയം തേടിയിരുന്ന അമേരിക്കക്കാരായ 6 പേരും കൂടുതൽ ടെൻഷനിലേക്കാവുന്നുണ്ട്. പുറത്ത് കലാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അമേരിക്കക്കാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിസ്റ്റുകൾക്കെതിരായവരെ തൂക്കിക്കൊല്ലുന്നു. സംഘടനകളും പ്രക്ഷോഭങ്ങളും നടക്കുന്നു. ആകെ കലാപാന്തരീക്ഷം. എന്തുതന്നെയാണെങ്കിലും ആർഗോ എന്ന സിനിമയുടെ പ്രൊഡ്യൂസറുടെ വേഷത്തിൽ ടോണി മെൻഡസ് ഇറാനിലേക്ക് എത്തിച്ചേരുകയാണ്. ഇറാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടോണി മെൻഡസിന് കൃത്യമായി കുറെ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. അതിലൊന്ന് പ്രധാനമായിരുന്നു. ഇറാനിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട 2 രേഖകൾ എയർപോർട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു വെള്ള പേപ്പറും ഒരു മഞ്ഞ പേപ്പറും. ആ പേപ്പറിൽ നിങ്ങളുടെ പേരും എന്തിനു വന്നു എന്നതിന്റെ വിശദീകരണവും ഉണ്ടാവും. 2 പേപ്പറും നിങ്ങൾ പൂരിപ്പിക്കണം. അതിൽ ഒരു പേപ്പർ എയർപോർട്ടുകാർ സൂക്ഷിച്ചു വെക്കും. അടുത്ത കഷ്ണം നിങ്ങൾക്ക് നൽകും. തിരികെ പോകുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങളെ അവർ തിരികെ വിടുകയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടോണി മെൻഡസ് ഇറാനിലേക്ക് എത്തുന്നു. എയർപോർട്ട് ചെക്കിങ്ങിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ 2 പേപ്പറും പൂരിപ്പിച്ചു കൊടുക്കുന്നു. ഇതിനിടയിൽ ടോണി മെൻഡസ് വിദഗ്ധമായി ആ പേപ്പറിലെ വെള്ള പേപ്പറിന്റെ ഒരു ചെറിയ കെട്ട് മോഷ്ടിച്ച് കൈവശപ്പെടുത്തുന്നുമുണ്ട്. ഇറാനിലെത്തിയതും ടോണി മെൻഡസ് നേരെ കനേഡിയൻ അംബാസിഡറെ ചെന്ന് കണ്ടു. കനേഡിയൻ അംബാസിഡർ അഥവാ എംബസി ഡയറക്ടർ ടോണി മെൻഡസിനോട് സംസാരിക്കുവാണ്. ടോണി മെൻഡസ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാനഡക്കാരനാണ് എന്ന തരത്തിൽ കള്ള പാസ്പോർട്ടിലാണ്. കാനഡയുടെ പിന്തുണ ആ ദൗത്യത്തിൽ അമേരിക്കയ്ക്കുണ്ട്. അംബാസിഡറിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ടോണി മെൻഡസ് എത്തി. അവിടെ അഭയാർത്ഥികളായ 6 അമേരിക്കക്കാരെയും കണ്ടു. അവരോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. താൻ അവരെ രക്ഷപ്പെടുത്താൻ വന്നതാണെന്നും CIA ഏജന്റാണ് എന്നും അദ്ദേഹം അവരെ അറിയിച്ചു. തന്റെ യഥാർത്ഥ പേര് ടോണി മെൻഡസ് എന്നാണെന്നും ഇവിടെ വന്നിരിക്കുന്നത് കെവിൻ ഹാക്കിൻസ് എന്ന പേരിലാണെന്നും അദ്ദേഹം അവരോട് കൃത്യമായി പറഞ്ഞു. പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ചു. നിങ്ങളെയൊക്കെ കാനഡക്കാരായി ചിത്രീകരിച്ച് ഒരു സിനിമാ ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ നോക്കാൻ വന്നവരെന്ന് ചിത്രീകരിച്ച് തിരികെ കൊണ്ടുപോകാനാണ് എന്റെ പദ്ധതി എന്നും അദ്ദേഹം പറഞ്ഞു. ആർഗോയുടെ സ്ക്രിപ്റ്റ് അടക്കം അവർക്ക് മുമ്പിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങളും തന്ത്രവുമൊക്കെ ആ 6 പേരും കേൾക്കുന്നുണ്ട്. പക്ഷേ ജീവനിൽ എല്ലാവർക്കും കൊതിയുണ്ടാകുമല്ലോ. ഇതൊക്കെ നടക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഭയമുണ്ടായിരുന്നു. 6 പേരിൽ 4 പേർ ടോണി മെൻഡസിനെ അംഗീകരിച്ച് കൂടെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ 4 പേർ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ അവർ തമ്മിൽ വലിയ ചർച്ച തന്നെ നടന്നു. പക്ഷെ ചർച്ചയുടെ ഒരു ഘട്ടത്തില് അവർ മനസ്സിലാക്കി തങ്ങൾ പിടിക്കപ്പെട്ടാൽ ഒപ്പമുള്ള ടോണി മെൻഡസ് കൂടിയാണ് പിടിക്കപ്പെടുക. അദ്ദേഹവും ജീവൻ പണയം വെച്ചാണ് ഈ ദൗത്യത്തിന് വന്നിരിക്കുന്നത്. അതോടെ എല്ലാവർക്കും ചെറിയൊരു സമാധാനം തോന്നി. പക്ഷേ കൂട്ടത്തിലെ ആ 2 പേർക്ക് അപ്പോഴും അത്രയ്ക്ക് വിശ്വാസം പോരാ. എന്തായാലും താൻ തയ്യാറാക്കി കൊണ്ടുവന്ന കനേഡിയൻ പാസ്പോർട്ടും കനേഡിയൻ ID കാർഡും മറ്റും അവർക്ക് ടോണി മെൻഡസ് കൈമാറി. ആദ്യഘട്ടമെന്ന രീതിയിൽ എല്ലാം കൊണ്ട് നിങ്ങൾ തയ്യാറായി നിന്നോളൂ, നമ്മൾ നാളെ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് എന്ന പോലെ ബസ്
ബസാർ കാണാൻ പോകുവാണ് എന്നും ടോണി മെൻഡസ് അവരോട് പറഞ്ഞു. ഇതിനിടയില് ടോണി മെൻഡസ് നേരെ ഇറാനിയൻ സാംസ്കാരിക മന്ത്രാലയത്തിൽ ചെന്നു ഷൂട്ടിങ്ങിനായുള്ള അനുമതി തേടി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിലും ടോണി മെൻഡസിന് അവിടെ നിന്ന് അനുമതി കിട്ടി. അടുത്ത ദിവസം ഭയാശങ്കകളോടെ നിൽക്കുന്ന ആ 6 പേരെയും കൂട്ടിക്കൊണ്ട് ടോണി മെൻഡസ് ബസാറിലേക്ക് ലൊക്കേഷൻ ഹണ്ടിങ്ങിന് എന്ന് പറഞ്ഞ് പോകുവാണ്. ഒരു വാനിലാണ് പോകുന്നത്. പോകുന്ന വഴിയില് ഇറാനിയൻ ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു പ്രതിഷേധവും പ്രകടനവും ഒക്കെ അവർ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ പിടിക്കപ്പെടുമോ എന്ന വലിയ ഭയവും ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും അവർ പിടിക്കപ്പെട്ടില്ല. ഭീതിതമായ ആ കുറച്ചു സമയം അതിജീവിച്ച ശേഷം അവരങ്ങനെ യാത്ര ചെയ്ത് ബസാറിലേക്ക് എത്തി. അവിടെ വെച്ച് അവരെ സഹായിക്കാനുള്ള 2 പേരെ അവർ കണ്ടുമുട്ടി. ഇറാനിയൻ വംശജർ അവരെ ഉറ്റുനോക്കിയ മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ അവർ മുമ്പോട്ട് നടന്നു. ആ പ്രദേശങ്ങളൊക്കെ നോക്കിക്കണ്ടു. ഇതിനിടയിൽ ചിലര് കയ്യിലുണ്ടായിരുന്ന ക്യാമറയില് ലൊക്കേഷന്റെ ഫോട്ടോ പകർത്താനും തുടങ്ങി. പക്ഷെ അത് അവിടെ ഒരു പ്രശ്നമാവും എന്നപ്പോ അവർ കരുതിയിരുന്നില്ല. ഇറാനിയൻ വംശജനായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഫോട്ടോ എടുത്തത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ അവരുമായി വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കി. വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ ഒരു തരത്തിലായിരുന്നു തന്റെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തി ടോണി മെൻഡസ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അന്ന് പുറത്തിറങ്ങിയല്ലോ. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് അവര് തിരികെ കനേഡിയൻ അംബാസിഡറുടെ വീട്ടിലേക്ക് എത്തി. ഇവര് നേരത്തെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയല്ലോ. അപ്പൊ ഏതൊരു അജ്ഞാതൻ അവരുടെ ഫോട്ടോസ് പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇസ്ലാമിസ്റ്റ് സംഘത്തിലെ ഒരു വ്യക്തി കനേഡിയൻ അംബാസിഡറുടെ വീട്ടിലെത്തി. അവിടുത്തെ ജോലിക്കാരിയെ വിളിച്ച് ഇവിടുത്തെ ഈ അതിഥികൾ വന്നിട്ട് എത്ര ദിവസമായെന്ന് ചോദിച്ചു. അവര് കുറച്ച് ഭയന്നിരുന്നെങ്കിലും അവരെന്ന് അവരെ ഒറ്റുകൊടുത്തില്ല. അവരൊക്കെ വന്നിട്ട് 2 ദിവസമായുള്ളൂ എന്ന് ചോദിച്ച വ്യക്തിയോട് അവര് പറഞ്ഞു. ഇസ്ലാമിസ്റ്റുകള് ആ സ്ത്രീയെ വിശ്വസിച്ച് മടങ്ങുകയും ചെയ്തു. ഏതു നിമിഷവും പിടിക്കപ്പെടാമെന്ന സാഹചര്യം കൂടുതലായി വർദ്ധിച്ചു വരുന്നു. പിടിക്കപ്പെട്ടാൽ മരണമല്ലാതെ മറ്റും മുമ്പിലില്ല എന്നവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഭീതി തളം കെട്ടിക്കിടക്കുകയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് മറ്റൊന്ന് സംഭവിക്കുന്നത്. ടോണി മെൻഡസിന് ഒരു മെസ്സേജ് വന്നു. ഇപ്പോൾ ടോണി മെൻഡസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം അവസാനിപ്പിച്ചേക്കൂ എന്നാണ് മെസ്സേജ്. സംഭവം എന്തെന്നാൽ അമേരിക്ക ഒരു സായുധ കലാപത്തിലൂടെ ആർമിയെ ഇറക്കിക്കൊണ്ട് ബന്ദികളെയും അവരെയും രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ടോണി മെൻഡസ് ആകെ ധർമ്മസങ്കടത്തിലായി. എന്തു ചെയ്യും? പ്രതീക്ഷ ചെയ്തിരിക്കുന്ന 6 പേരോട് ഇപ്പോൾ എന്തു പറയും? അതിൽ 2 പേര് ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്നവരാണ്. അവരോട് സംസാരിച്ചാണ് ഈ ദൗത്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് പോലും. തന്നെ അറിയിച്ച കാര്യം അവരോട് തുറന്നു പറയാൻ ടോണി മെൻഡസിന് വല്ലാതെ വിഷമമായി. അംബാസിഡറോട് ടോണി മെൻഡസ് കാര്യം പറഞ്ഞു. അവരോടൊന്നും ടോണി മെൻഡസ് പറയണ്ടെന്നും നാളെ രാവിലെ തന്നെ ഒന്നും മിണ്ടാതെ ടോണി മെൻഡസ് മടങ്ങിപ്പോക്കോളൂ എന്നുമായിരുന്നു അംബാസിഡർ പറഞ്ഞത്. ടോണി മെൻഡസ് അന്ന് തിരികെ റൂമിലെത്തി. രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് ടോണി മെൻഡസിനുണ്ട്. രാജ്യം പറയുന്ന പോലെ ആർമി ഇറക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ പൂർണ്ണ ഉറപ്പൊന്നുമില്ല. അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് ദൗത്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാത്തിന്റെയും പടി തന്റെ തലയിലാവുകയും ചെയ്യും. ടോണി മെൻഡസ് ഉറങ്ങാതെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ദൗത്യവുമായി താൻ മുമ്പോട്ട് പോകുന്നു. അവരെ രക്ഷപ്പെടുത്തി താൻ കൊണ്ടുപോകും. ടോണി പുലർച്ചെയോടെ തന്റെ സുപ്പീരിയറെ വിളിച്ചു. താൻ എന്തായാലും അവരെ കടത്തിക്കൊണ്ടുവരാൻ പോകുവാണ്. തനിക്ക് വേണ്ട സഹായങ്ങൾ അവിടുന്ന് ചെയ്തു തരണം എന്ന് സുപ്പീരിയറിനോട് ടോണി മെൻഡസ് പറഞ്ഞു. സുപ്പീരിയറും അത് കേട്ട് പ്രതിസന്ധിയിലായി. എന്തായാലും തന്റെ പരിപൂർണ കഴിവുപയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ ഓപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കാൻ സുപ്പീരിയർ ശ്രമം ആരംഭിച്ചു. അടുത്ത ദിവസമായി കനേഡിയൻ അംബാസിഡറുടെ വീട്ടിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടോണി വന്നിട്ട് വേണം അവിടുന്ന് പോകുവാൻ. അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ ടോണിയാണ്. സമയം വൈകുന്നു. ടോണി എത്തിയിട്ടില്ല. എല്ലാവരും ആശങ്കയിലായിരുന്നു. പെട്ടെന്ന് അവിടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറക്കുമ്പോൾ എത്തിയത് ടോണിയായിരുന്നു. റെഡിയായി നിന്ന് അവരുമായി ടോണി വൈകാതെ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഇതേസമയം മറുവശത്ത് ചിത്രകഷ്ണങ്ങൾ കൂട്ടിയൊട്ടിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു പയ്യൻ ഒരു വ്യക്തിയുടെ ചിത്രം 90% പൂർത്തീകരിച്ചു. ആ ഫോട്ടോ കൃത്യമായി എടുത്തു നോക്കാൻ ഇസ്ലാമിസ്റ്റുകളിലെ ഒരാളും എത്തി. ടോണിയും സംഘവും മറുവശത്ത് എയർപോർട്ടിനകത്തേക്ക് കയറി. ആദ്യഘട്ടം ടിക്കറ്റ് ചെക്കിംഗ്. ടോണി മുന്നിട്ട് ടിക്കറ്റ് ചെക്കിങ്ങിനായി നിന്നു. പക്ഷേ ടെൻഷൻ വർദ്ധിക്കുകയാണ്. സിസ്റ്റത്തിൽ ടിക്കറ്റുകൾ കാണിക്കുന്നില്ല. ദൗത്യം പിൻവലിച്ചതോടെ അവരുടെ ടിക്കറ്റുകളൊക്കെ ഒഴിവാക്കിയിരുന്നു. ടോണിയും വല്ലാതെ ഭയന്നാണ് നിൽക്കുന്നത്. അവിടെ നിന്നും മടങ്ങിപ്പോവൽ സാധ്യമല്ല. അങ്ങനൊന്നും സംഭവിച്ചാൽ മരണം മാത്രമാണ് ഉണ്ടാവുക. ഭാഗ്യവശാൽ കൃത്യസമയം അമേരിക്കയിലെ ഓഫീസിൽ സുപ്പീരിയറിന്റെ ശ്രമഫലമായി മിഷൻ പുനരാരംഭിക്കാൻ കൃത്യമായി ഉത്തരവെത്തി. ഉടനടി ബ്ലോക്ക് ചെയ്തിരുന്ന ടിക്കറ്റുകൾ അമേരിക്കയിൽ നിന്നും ഓണാക്കുകയും ചെയ്തു. കൃത്യസമയം സിസ്റ്റത്തിൽ ടിക്കറ്റ് തെളിഞ്ഞു. ആ ഘട്ടം പിന്നിട്ട് അവരങ്ങനെ മുന്നോട്ട് നടന്നു. അങ്ങനെ അടുത്ത ഘട്ടം എത്തി. ആ ഘട്ടമാണ് ഏറ്റവും പ്രധാന ഘട്ടം. അവർ വന്നിറങ്ങുമ്പോൾ 2 പേപ്പറുകൾ കൊടുക്കുമല്ലോ. അതിന്റെ ക്രോസ് ചെക്കിംഗ് ആണ്. ടോണിയുടെ പേപ്പർ പരിശോധിച്ചപ്പോൾ അതിന് തുല്യമായ പേപ്പർ അവിടുത്തെ സ്റ്റോറേജ് ബോക്സിൽ നിന്ന് കിട്ടി. പക്ഷെ ടോണി മോഷ്ടിച്ചു കൊണ്ടുപോയ ബാക്കി പേപ്പറിലാണല്ലോ ബാക്കിയുള്ള 6 പേരുടെയും ഡീറ്റെയിൽസ് ഉള്ളത്. അതിന്റെ കൂട്ടത്തിൽ
ഇത്തരത്തിലുള്ള അടുത്ത പേപ്പർ അവരുടെ സ്റ്റോറേജിൽ കാണുന്നില്ല. അതോടെ കാര്യങ്ങൾ കുറച്ച് ടെൻഷനാവാൻ തുടങ്ങി. ഈ പേപ്പർ എവിടെ പോയി എന്നവിടുത്തെ ഉദ്യോഗസ്ഥർ പരസ്പരം ചോദിച്ചു. കാര്യങ്ങള് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാം എന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ടെൻഷനും അധികരിക്കുന്നു, സംശയം വർദ്ധിച്ചു വരുന്നു. പെട്ടെന്നവർ തങ്ങൾ സിനിമാ സംഘമാണെന്നും തങ്ങൾക്ക് ഇറാനിയൻ സാംസ്കാരിക വകുപ്പിൽ നിന്ന് കിട്ടിയ കത്ത് തങ്ങളുടെ പക്കലുണ്ട് എന്നും പറഞ്ഞ് ടോണി ആ കത്ത് അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനെ കാണിച്ചു. അദ്ദേഹം അത് പരിശോധിച്ചു. അതോടെ ആ പേപ്പർ എവിടെയെങ്കിലും മിസ്സിംഗ് ആയതാവും എന്ന് ചിന്തിച്ച് അവരുടെ ആഘട്ട പരിശോധന അദ്ദേഹം പൂർത്തിയാക്കി കൊടുത്തു. അങ്ങനെ അവർ എതിരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി കൂടി കടന്നുകിട്ടി. അടുത്തത് കുറച്ചുകൂടി കഠിനമായതാണ്. കൃത്യമായ പരിശോധനയ്ക്ക് നിൽക്കുന്നതാകട്ടെ ഇസ്ലാമിസ്റ്റ് പട്ടാള സംഘത്തിലെ ആളുകളും അതിലെ ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. അവരാണെങ്കിൽ വിദേശത്ത് പഠനം പൂർത്തീകരിച്ചവരും കൃത്യമായിട്ട് അമേരിക്കക്കാരുടെ ശൈലിയും മറ്റും അറിയുന്നവരുമാണ്. അവരുടെ പെരുമാറ്റത്തിലോ മറ്റോ ചെറിയ പിഴവുകൾ പോലും വന്നാൽ അവരെ ഇസ്ലാമിസ്റ്റുകൾ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്യും. വലിയ തോതിൽ അവരുടെയൊക്കെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. ഭാവമാറ്റം ഒന്നും വരാതിരിക്കാൻ അവർ പൂർണ്ണമായി ശ്രദ്ധയോടെ നിന്നു. ഇതേസമയം മറുവശത്ത് കുട്ടി പൂർത്തിയാക്കിയ ചിത്രം ഇറാനിയൻ സാംസ്കാരിക വകുപ്പിലെത്തി. അതിലെ ഫോട്ടോ മാച്ച് ചെയ്ത് പരിശോധിക്കാൻ തുടങ്ങി. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന സംഘത്തിലെ ഒരാളുടെ ഫോട്ടോ അവർക്ക് കൃത്യമായി മാച്ച് ചെയ്ത് കിട്ടുകയാണ്. അവിടെയുള്ള 6 പേർ അമേരിക്കക്കാരാണ്. അവർ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിക്കുകയാണ് എന്നതോടെ തിരിച്ചറിയുന്നു. ഇതേസമയം എയർപോർട്ടിലെ പരിശോധന കൂടുതൽ പ്രശ്നമാവുകയായിരുന്നു. പരിശോധിക്കാൻ നിന്നവർക്ക് സംശയം തോന്നി. കൂടുതൽ പരിശോധനയ്ക്ക് സ്പെഷ്യൽ റൂമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി. അവിടെ വെച്ച് കാര്യമായ ക്വസ്റ്റ്യനിങ് നടക്കുകയാണ്. 6 പേരും വലിയ തോതിൽ ഭയചകിതരായി. എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. തങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അവരേറെ ഭയന്നു നിന്നുകൊണ്ടിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷയുടെ പുറത്ത് സിനിമയുടെ കാര്യവും അതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ അവർ വായിൽ വന്ന പോലെ സ്റ്റോറി ബോർഡ് അടക്കം കാണിച്ച് വിശദീകരിക്കുകയാണ്. അത് ആ പട്ടാളക്കാരെ പരിശോധകരെ കുറച്ചെങ്കിലും കൺവിൻസ് ചെയ്യിപ്പിച്ചു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കാനഡയിലെ തങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഫീസിലേക്കൊന്ന് വിളിച്ചു നോക്കൂ എന്നുകൂടി ആവശ്യപ്പെട്ട് കാർഡ് കൊടുത്തതോടെ അത്തരത്തിൽ പരിശോധനയ്ക്ക് ആ പട്ടാളക്കാർ തയ്യാറായി. അതിലെ ഒരു ഓഫീസർ കാർഡ് എടുത്ത് ഫോൺ ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് പോയി. അവിടെ കുറച്ചു സമയം ആലോചിച്ചിരുന്ന ശേഷം ആ ഓഫീസർ ഫോൺ എടുത്ത് വിളിക്കാൻ ആരംഭിച്ചു. ഇതേസമയം ആർഗോയുടെ ഫിലിം ഓഫീസിലുണ്ടായിരുന്നവരാകട്ടെ നേരത്തെ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന മെസ്സേജ് കിട്ടിയതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്കിറങ്ങിയിരിക്കുകയായിരുന്നു. അവർ തിരികെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ തിരികെ വരുമ്പോ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ പേരിൽ അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. മറുവശത്ത് ഓഫീസർ ഡയൽ ചെയ്തു. ഓഫീസിൽ ഫോൺ റിംഗ് ചെയ്യാനും ആരംഭിച്ചു. ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന സമയം ചിലപ്പോ ഒന്നിലധികം തവണ ഓഫീസർ ഫോൺ വിളിക്കാൻ ശ്രമിച്ചെന്ന് പോലും വരില്ല. അങ്ങനാണെങ്കിൽ അവർ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരാളുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞു. അതൊരു ഫാക്സ് രൂപത്തിലോ മറ്റോ അങ്ങോട്ടേക്ക് എത്തേണ്ട താമസമേ ഉള്ളൂ. അതിനു മുമ്പെല്ലാം ശരിയാവണം. ആശങ്കകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന സമയം ഓഫീസർ ഫോൺ ചെയ്യുന്നു. ഇതേസമയം ബ്ലോക്കിൽപ്പെട്ട് നിന്ന ചേമ്പേഴ്സ് ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് മുമ്പോട്ട് നടന്ന് നേരെ ഓഫീസിലേക്ക് എത്തി. ഫോൺ റിംഗ് ചെയ്ത് അവസാന റിംഗ് അടിക്കാൻ പോകുന്ന സമയത്ത് ചേമ്പേഴ്സിന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ആർഗോയുടെ ഓഫീസാണ് എന്ന് സ്ഥിരീകരിച്ച ചേമ്പേഴ്സ് കെവിൻ എവിടെയെന്ന ചോദ്യത്തിന് ലൊക്കേഷൻ നോക്കാൻ ഇറാനിൽ പോയിരിക്കുകയാണല്ലോ എന്ന് കൃത്യമായി മറുപടിയും പറഞ്ഞു. ഓഫീസർ ഉടനടി ഫോൺ കട്ട് ചെയ്തു. അതോടെ ഓഫീസർ വിശ്വസിച്ചിരുന്നു. അതോടെ സംഘാംഗങ്ങളുള്ള മുറിയിലേക്ക് കടന്നു ചെന്ന ആ ഓഫീസർ അവരെ പോവാൻ അനുവദിച്ചു. വളരെയധികം ആശ്വാസം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. അവർ മുന്നോട്ട് നടന്ന് സ്വിസ് എയർലൈൻസിന്റെ വിമാനത്തിൽ കയറി. അവർ വിമാനത്തിൽ കയറിയതിന് പിന്നാലെയാണ് ഓഫീസറിന് കോൾ വരുന്നത്. അങ്ങോട്ടേക്ക് ഒരു ഫാക്സ് അയച്ചിട്ടുണ്ടെന്ന്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമേരിക്കക്കാരൻ്റെതാണെന്ന്. ആ ഫോട്ടോ കണ്ടതും രക്ഷപ്പെട്ടു പോകുന്നത് അമേരിക്കക്കാരാണ് എന്ന് ഓഫീസർ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരുന്നു. റൺവേയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇസ്ലാമിസ്റ്റുകാരായ പട്ടാളക്കാരെ അവിടുത്തെ സ്റ്റാഫുകൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെയും മറികടന്ന് ചില്ലുകളടക്കം പൊട്ടിച്ച് അവർ റൺവേയിൽ കടന്നു. വാഹനങ്ങളെടുത്ത് സ്വിസ് ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്താൻ ആരംഭിച്ചു. സ്വിസ് ഫ്ലൈറ്റ് ആകട്ടെ അപ്പോഴേക്കും മുന്നോട്ട് നീങ്ങിയിരുന്നു. അവർക്ക് പറക്കാനുള്ള നിർദ്ദേശം കിട്ടിയതും ഫ്ലൈറ്റ് ആകാശത്തേക്ക് പറന്നുയർന്നു. അതിലുള്ളവർക്കൊക്കെയും ആശ്വാസം കിട്ടിയ നിമിഷമായിരുന്നു അത്. വിവരം അമേരിക്കയിൽ അറിഞ്ഞതും അവരുമേറെ സന്തോഷിച്ചു. പക്ഷെ മേലുദ്യോഗസ്ഥൻ സന്തോഷിക്കാറായിട്ടില്ല. വരട്ടെ എന്ന് എല്ലാവരോടും പറഞ്ഞു. അധികം വൈകാതെ ഫ്ലൈറ്റിനകത്ത് അനൗൺസ്മെന്റ് മുഴങ്ങി. നമ്മളിപ്പോൾ ഇറാന്റെ വ്യോമാതിർത്തി പിന്നിട്ടിരിക്കുന്നു. അതോടെ വിമാനത്തിനകത്ത് രക്ഷപ്പെട്ടു പോന്ന ഏവർക്കും ആശ്വാസമായി. CIA ഓഫീസിനകത്തും ആഘോഷങ്ങൾ ആരംഭിച്ചു. കഠിനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് അവരെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. മിഷൻ പൂർത്തിയായെങ്കിലും അമേരിക്കയ്ക്കപ്പോൾ ആ മിഷന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നില്ല. കാനഡയുടെ പേരിലായിരുന്നു ആ രക്ഷാദൗത്യം അനൗൺസ് ചെയ്യപ്പെട്ടത്. അവർ രക്ഷപ്പെട്ടതിന്റെ പിന്നാലെ തന്നെ കനേഡിയൻ അംബാസിഡറും കുടുംബവും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കനേഡിയൻ അംബാസിഡറിന്റെ വീട്ടിലുണ്ടായിരുന്ന സഹായിയായിരുന്ന സ്ത്രീ ഇറാഖിൽ അഭയം പ്രാപിച്ചു. ഇസ്ലാമിസ്റ്റുകൾക്ക് ആരെയും പിടികൂടാൻ സാധിച്ചില്ല.
മികച്ച സേവനം നടത്തിയ ടോണി മെൻഡസിന് CIA വിശിഷ്ട മെഡൽ അവർ രഹസ്യമായി നൽകി. കൂട്ടത്തിൽ ജോൺ ചേംബേഴ്സിനും വിശിഷ്ട സേവനത്തിന് മെഡൽ സമ്മാനിക്കപ്പെട്ടു. പിന്നീട് 1997 അമേരിക്ക ഈ ദൗത്യം കൃത്യമായി പുറത്തുവിട്ടു. തങ്ങളായിരുന്നു എല്ലാം ചെയ്തതെന്ന്. അതിനുശേഷം ടോണി മെൻഡസിന് രഹസ്യമായി കൊടുത്തിരുന്ന മെഡൽ തിരിച്ചുവാങ്ങി ആദരപൂർവ്വം പരസ്യമായി തന്നെ ആ മെഡൽ സമ്മാനിക്കുകയുണ്ടായി. പിന്നീട് CIA ഏറ്റവും മികച്ച 50 ഉദ്യോഗസ്ഥരിൽ ഒരാളായി ടോണി മെൻഡസ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രക്ഷാദൗത്യ സിനിമകളുടെ ത്രില്ലർ സിനിമകളുടെ ബെഞ്ച്മാർക്കായ ആർഗോ 2012 പുറത്തിറങ്ങുമ്പോൾ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വളരെ വലിയ വിജയമായി മാറിയ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തൂ. കഴിയുമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കായി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യൂ. നമുക്ക് വീണ്ടും മറ്റൊരു സിനിമയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.